ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദികൾ എല്ലാ ക്രിസ്ത്യാനികളെയും പുറത്തുനിന്നുള്ളവരായി കാണുകയും ഇസ്ലാമിൽ നിന്നും ക്രിസ്തുമതത്തിൽ നിന്നും രാജ്യത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും വ്യാപകമായ അക്രമം അഴിച്ചുവിടുന്നു. ഹിന്ദുത്വമാണ് പലപ്പോഴും ഈ ശത്രുതയ്ക്ക് കാരണം. ഇന്ത്യക്കാർ ഹിന്ദുക്കളായിരിക്കണം, മറ്റു വിശ്വാസങ്ങൾ അനുവദിക്കില്ല എന്ന ചില മത തീവ്രവാദികളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു ഹിന്ദു ദേശീയവാദ വിശ്വാസമാണിത്. ഈ മനോഭാവം രാജ്യത്തുടനീളം അക്രമാസക്തമായ ആക്രമണങ്ങൾക്കും അവ ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷയില്ലാതെ ജീവിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അധികാരികൾ കടുത്ത ഹിന്ദു വിശ്വാസികളാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ, വീടുകളിൽ, പള്ളികളിൽ പോകുന്ന ക്രിസ്ത്യാനികൾ ആരാധനകളെ ലക്ഷ്യം വച്ചുള്ള തീവ്രവാദി സംഘങ്ങളുടെ ആക്രമണത്തിന് ഇരയാകാറുണ്ട്. കൂടാതെ 12 സംസ്ഥാനങ്ങൾ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ഇത് വ്യക്തിഗത വിശ്വാസികളുടെ മതസ്വാതന്ത്ര്യത്തിന് ഭീഷണിയാണ്. ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവരാണ് ഏറ്റവും കഠിനമായ പീഡനം നേരിടുന്നു. ഘർ വാപസി പോലുള്ള പുനഃപരിവർത്തന പ്രചാരണങ്ങൾ നടത്തുന്ന കുടുംബം, സമൂഹം, തീവ്രവാദികൾ എന്നിവയാൽ ഹിന്ദുമതത്തിലേക്ക് മടങ്ങാൻ അവരെ സമ്മർദ്ദത്തിലാക്കാം. സുവിശേഷ പ്രവർത്തനം നടത്തുന്നവർ പലപ്പോഴും ശാരീരിക ആക്രമണങ്ങൾ സഹിക്കുകയും ചില സന്ദർഭങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. പള്ളി നേതാക്കൾ തീവ്രവാദികളുടെയും ആൾക്കൂട്ട അക്രമത്തിന്റെയും ഇരകളാവുകയും ചെയ്യുന്നു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനങ്ങൾ വർദ്ധിച്ചുവരികയാണ്. ഗോത്രവർഗക്കാരായ മതം മാറിയവരുടെ അവകാശങ്ങളും പദവികളും എടുത്തുകളയുന്നതിനായി ഹിന്ദു തീവ്രവാദികൾ പട്ടികജാതി-പട്ടികവർഗക്കാർക്കെതിരെ ഡിലിസ്റ്റിംഗ് ക്യാമ്പയിൻ അവതരിപ്പിച്ചു. വടക്കൻ സംസ്ഥാനമായ ഉത്തർപ്രദേശ് നിലവിലുള്ള മതപരിവർത്തന നിരോധന നിയമം കർശനമാക്കി ജീവപര്യന്തം തടവ് കൂടി സാധ്യമാക്കി.